എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആയ വർഗ സമവാക്യങ്ങൾ, അതായത് സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന പാഠഭാഗമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പേജ് 60 2 ചോദ്യങ്ങൾ കൂടി ചെയ്താൽ ഈ ലെസൺ അവസാനിക്കുന്നതാണ്. അതായത് പേജ് 60 5ാമത്തെയും 6ാമത്തെയും ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ ചോദ്യത്തിലേക്ക്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ്. ഒരു ചതുരത്തിന്റെ ഒരു വശത്തിന് ഈ സമചതുരത്തിന്റെ ഒരു വശത്തേക്കാൾ 2 സെന്റിമീറ്റർ നീളം കൂടുതലും മറ്റൊരു വശത്തിന് സമചതുരത്തിന്റെ ഒരു വശത്തേക്കാൾ 2 സെന്റിമീറ്റർ നീളം കുറവുമാണ്. അങ്ങനെയെങ്കിൽ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 2ാമത്തെ ചോദ്യം, സമചതുരത്തിന്റെയും ചതുരത്തിന്റെയും പരപ്പളവുകൾ എത്ര? അപ്പൊ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇവിടെ സമചതുരവും ചതുരവുമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശവും തുല്യ നീളം. അതിന് നീളവും വീതി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതായത് 4 വശവും തുല്യമാണ്. ചതുരത്തിനാണെങ്കിലോ അതിന് ഒരു വശം നീളം കൂടുതലും ഒരു വശം നീളം കുറവുമാണ്. അതിന് നീളവും ഉണ്ട് വീതിയുമുണ്ട്. 2 വശങ്ങളും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള രൂപമാണ് ചതുരം. സമചതുരം എന്ന് പറഞ്ഞാൽ സമം എന്ന് പറഞ്ഞാൽ തുല്യം, എല്ലാ വശങ്ങളും തുല്യമായ രൂപം, അതാണ് സമചതുരം. മനസ്സിലായോ? അപ്പൊ ഞാനൊരു സമചതുരവും ഒരു ചതുരവും വരച്ചിട്ടുണ്ട്. സമചതുരത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. സമചതുരത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ. സമചതുരത്തിന്റെ ചുറ്റളവ്, ചുറ്റിനുമുള്ള അളവ്, അതായത് 4 വശങ്ങളുടെയും കൂടെ ആകെ തുക, 4 വശം കൂടെ കൂട്ടുമ്പോൾ 20 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു വശം എത്ര? ഒരു വശം എന്ത് ചെയ്യണം? 4 കൊണ്ട് 20നെ 4 കൊണ്ട് ഭാഗിക്കണം. 4 വശം 20 ആണെങ്കിൽ ഒരു വശം 20/4 സമം 5 സെന്റിമീറ്റർ. അപ്പൊ ഓരോ വശവും എത്ര വീതം? 5 സെന്റിമീറ്റർ വീതം. അപ്പൊ ഇവിടെയും 5 ഇവിടെയും 5, എല്ലായിടവും 5 സെന്റിമീറ്റർ. പിന്നെന്താണ് പറയുന്നത്? ഇതുപോലെ നമുക്കൊരു ചതുരമുണ്ട്. ചതുരത്തിന് ഇതിനേക്കാൾ 2 സെന്റിമീറ്റർ, ഒരു വശത്തിന്റെ നീളം ഇതിനേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതലും മറ്റൊരു വശം ഇതിനേക്കാൾ 2 സെന്റിമീറ്റർ കുറവുമാണ്. അപ്പൊ ഇവിടെ എല്ലാം 5 സെന്റിമീറ്റർ. ഒന്ന് 5നേക്കാൾ 2 കൂടുതലും ഒന്ന് 5നേക്കാൾ 2 കുറവും. കൂടുതൽ നീളമുള്ളത് നീളം എന്ന് പറയും അല്ലെ, ലെങ്ത്, നീളം. കുറവുള്ളതിന് നമുക്ക് എന്താ പറയും? വീതി എന്ന് പറയും. അപ്പം ഇവിടെ 5 സെന്റിമീറ്റർ, അതിനേക്കാൾ 2 കൂടുതൽ. അപ്പൊ ഇവിടെ 2 കൂടുതൽ, ഒരു വശം 2 സെന്റിമീറ്റർ കൂടുതലും മറ്റേ വശം 2 സെന്റിമീറ്റർ കുറവുമാണ്. 5ന്ന് 2 കുറയുന്നത് അത്രയും സെന്റിമീറ്റർ വരും. ഇവിടെ അത്രയും സെന്റിമീറ്റർ വരും. പിന്നെ ചോദ്യത്തിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? സമചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ട് ചതുരത്തിന്റെ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഈ 4 വശങ്ങളുടെയും കൂടെ തുകയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പം 5 × 2 7. ഇവിടെ എത്ര എന്തായിരിക്കും? 5 + 2 സമം 7 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 5 - 2 സമം 3 ആയിരിക്കും. അപ്പൊ ഈ 4 വശവും കൂടെ ചേരുന്നതാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവാണ് 1ാമത്തെ ചോദ്യം. ചതുരത്തിന്റെ ചുറ്റളവ്, ചതുരത്തിന്റെ ചുറ്റളവ് 2 നീളം 2 വീതി, 2 × നീളം പ്ലസ് വീതി, 2 × L + B, 2 × L + B, 2 × നീളം എത്ര? 5 + 2 പ്ലസ് വീതി എത്ര? 5 - 2 സമം
2 ഇൻറ്റു ഇത് ഞാൻ കൂട്ടി എഴുതിയില്ലാന്നേ ഉള്ളൂ, വേണമെങ്കിൽ നമുക്ക് എഴുതുകയും ചെയ്യാം. ഇവിടെ +2 -2 കട്ട് ചെയ്ത് 5 5 10. 2 ഇൻറ്റു 10 10 2 20. എന്താണ്? ചതുരത്തിന്റെ ചുറ്റളവും നമുക്ക് എന്ത് തന്നെ കിട്ടി? 20. കാരണം എന്താ? 2 കൂടുന്നു 2 കുറയുന്നു അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും തുല്യ ചുറ്റളവായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ ചോദിക്കുന്നത് രണ്ടിന്റെയും പരപ്പളവ്, സമചതുരത്തിന്റെയും ചതുരത്തിന്റെയും പരപ്പളവ്, വിസ്തീർണം, ഏരിയ. നമുക്കിനി രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. സമചതുരത്തിന്റെയും ചതുരത്തിന്റെയും പരപ്പളവ്, അതായത് വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. സമചതുരത്തിന്റെ പരപ്പളവ്, സമചതുരത്തിന്റെ പരപ്പളവ്. വശം ഗുണം വശം, വശം ഗുണം വശം എത്ര? 5 ആണ് അല്ലെ? 5 ഗുണം 5, 5 5 25 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ചതുരത്തിന്റെ പരപ്പളവ്, നീളം ഗുണം വീതി, നീളം ഗുണം വീതി, നീളവും വീതിയും കൂടെ ഗുണിക്കുക. നമ്മളിത് കൂട്ടിയൊന്നും എഴുതേണ്ട കാര്യമില്ല, നമ്മള് സർവസമവാക്യമൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ടങ്ങ് ചെയ്യാം. എത്ര? 5 + 2 ഇൻറ്റു 5 - 2 a + b a - b, അതായത് x + y x - y x² - y², അതായത് 5² - 2² എന്ന് കിട്ടും. 5² എത്ര? 25 - 2² 4. 25 4 പോയാൽ 21 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. 21 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് രണ്ടാമത്തെ പാർട്ട്. മനസ്സിലായല്ലോ? എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പരപ്പളവും ചുറ്റളവും, സമയത്തിന് ചുറ്റളവ് വന്നിട്ട് ചതുരത്തിന്റെ ചുറ്റളവ് കാണുകയും പിന്നെ അതിൽ നിന്ന് നമ്മൾ രണ്ടിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ഒരു ചതുരത്തിന്റെ ഒരു വശത്തിന് ഒരു സമയത്തിന്റെ വശത്തിനേക്കാൾ നീളം കൂടുതലും മറ്റൊരു വശത്തിന് ഈ സമയത്തിന്റെ വശത്തേക്കാൾ അത്ര തന്നെ നീളം കുറവുമാണ്. എത്ര കൂടിയിട്ടുണ്ടോ അത്ര തന്നെ കുറഞ്ഞിട്ടുമുണ്ട്. സമചതുരത്തിന്റെയും ചതുരത്തിന്റെയും ചുറ്റളവുകളെ കുറിച്ച് എന്ത് പറയാം? സമചതുരത്തിനാണോ ചതുരത്തിനാണോ പരപ്പളവ് കൂടുതൽ? അപ്പൊ നമുക്ക് വേറെ അളവുകളൊന്നും തന്നിട്ടില്ല. ഇവിടെ നമുക്കൊരു സമചതുരവും ഉണ്ട്, ചതുരവും ഉണ്ട്. അപ്പൊ ഒരു സമചതുരം വരച്ചിട്ടുണ്ട്, എല്ലാ വശങ്ങളും തുല്യം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് അളവൊന്നും തരാത്തതുകൊണ്ട് ഓരോ വശവും നമുക്ക് എന്തായിട്ട് എടുക്കാം? x ആയിട്ട് എടുക്കാം. പിന്നെ ഒരു ചതുരമുണ്ട്. അപ്പം ചതുരത്തിന്റെ ഒരു വശം ഈ സമചതുരത്തിന്റെ ഒരു വശത്തിനേക്കാൾ നീളം കൂടുതലും മറ്റേ വശം എത്രയുടെ കൂടിയിട്ടുണ്ടോ അത്രയും തന്നെ കുറഞ്ഞിട്ടുമുണ്ടെന്നാണ്. അത്ര തന്നെ കുറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ നേരത്തെ ചോദ്യം ഇതുപോലുള്ള അല്ലായിരുന്നു. അതില് നമുക്ക് ചുറ്റളവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതില് തന്നിട്ടില്ല. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചിത്രം വരച്ച് ചെയ്യാം. അപ്പം ഇവിടെ ഇതിനേക്കാൾ ഒരു വശം എത്ര കൂടിയിട്ടുണ്ടോ അത്ര തന്നെ ഇവിടെ കുറഞ്ഞിട്ടും. അപ്പം അത് y ആയിട്ട് എടുക്കാം, കൂടിയത് y ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ y കൂടി, ഇവിടെ ആണെങ്കിലോ y കുറഞ്ഞു. അപ്പം സമചതുരത്തിന്റെ ഓരോ വശവും x എന്നിരിക്കട്ടെ. അപ്പൊ നമ്മള് x ആയിട്ടാ എടുത്തിരിക്കുന്നത്. x എന്നിരിക്കട്ടെ.
അപ്പൊ നീളം എത്രയാ കുറഞ്ഞത്? y കുറഞ്ഞു, y കൂടി. അപ്പം നീളത്തിലുള്ള വ്യത്യാസം, ചതുരത്തിന്റെ നീളം എത്ര കൂടി? എത്ര കൂടിയിട്ടുണ്ടോ അത്ര തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ y കൂടി. അപ്പൊ ചതുരത്തിന്റെ വീതി എത്ര? y കുറഞ്ഞു. ചതുരത്തിന്റെ വീതി y കൂടുകയും y കുറയുകയും ചെയ്തിട്ടുണ്ട്. നീളത്തില് y കൂടി, വീതിയില് y കുറഞ്ഞു. ഇനി രണ്ടിന്റെയും ചുറ്റളവ് നമുക്ക് കാണാം. സമചതുരത്തിന്റെ ചുറ്റളവ് ആണ് സമചതുരത്തിന്റെ ചുറ്റളവ്. സമചതുരത്തിന്റെ ചുറ്റളവ് 4 വശങ്ങളും കൂടെ കൂട്ടണം. അതാണ് സമചതുരത്തിന്റെ ചുറ്റളവ്. 4 × 1 വശം, 4 × x സമം 4x എന്ന് കിട്ടി. ഇനി ചതുരത്തിന്റെ ചുറ്റളവ്. ചതുരത്തിന്റെ ചുറ്റളവ്. അപ്പൊ ഇവിടെ x + y ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? x + y ആയിരിക്കും. ഇവിടെ x - y ആണെങ്കിൽ ഈ വശം എന്തായിരിക്കും? x - y. അപ്പൊ ഈ 4 വശം കൂടെ കൂട്ടണം. x + y plus x - y plus x + y plus x - y. ഇവിടെ ഓക്കെ പ്ലസ് വൈയും മൈനസ് വൈയും വെട്ടിപ്പോവും, പ്ലസ് വൈയും മൈനസ് വൈയും വെട്ടിപ്പോവും. എക്സ് 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 എക്സ്. എത്ര എക്സ് ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? എത്ര? 4 എണ്ണം. അപ്പൊ ഇവിടെ 4x കിട്ടി, മുകളിൽ 4x കിട്ടി. അപ്പൊ സമചതുരത്തിന്റെയും ചതുരത്തിന്റെയും ചുറ്റളവ് തുല്യമാണ്. സമചതുരത്തിന്റെയും ചതുരത്തിന്റെയും നേരത്തെ ചോദ്യത്തിൽ അങ്ങനെ തന്നെ അല്ലായിരുന്നു. സമചതുരത്തിന്റെയും അത് അളവ് വന്നിട്ടുണ്ടായിരുന്നു, ഒരെണ്ണത്തിന്റെ തന്നിട്ടുണ്ടായിരുന്നു. ചതുരത്തിന്റെയും ചുറ്റളവ് തുല്യമാണ്. ഇതാണ് ഒന്നാമത്തെ പാർട്ട്. പിന്നെ രണ്ടാമത്തെ പാർട്ടി പറയുന്നത് എന്താണ്? ഇവയുടെ പരപ്പളവ്. എന്താണ്? പരപ്പളവ്. സമചതുരത്തിന്റെ ചതുരത്തിന്റെയും പരപ്പളവ് ആണ്. സമചതുരത്തിന്റെ പരപ്പളവ്. വശം ഗുണം വശം. വശം എക്സ് ആയിട്ടല്ലേ എടുത്ത, അപ്പൊ x ഗുണം എക്സ്, x × x എത്ര വരും? x² എന്ന് വരും. സമയത്തിന് നമുക്ക് ചതുരത്തിന്റെ പരപ്പളവ് കാണാം. ചതുരത്തിന്റെ പരപ്പളവ്. ചതുരത്തിന്റെ പരപ്പളവ് നീളം ഗുണം വീതി. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നീളം ഗുണം വീതി എത്ര വന്നു? x + y × x - y. ഇതിപ്പം x + y × x - y എത്ര വരും? x² - y². ഓക്കെ, ഇവിടെ x² ഉള്ളൂ. ഇത് x² - y². അതായത് x² നിന്ന് y² കുറയ്ക്കുന്നു. അപ്പൊ ഇവിടെ 25 ആയിരിക്കും. അപ്പൊ x² 25 ആണെങ്കിൽ 25ൽ നിന്ന് ഏതോ സംഖ്യ, ഏത് വേണമെങ്കിലും ആകാം, y², 10ഓ 15ഓ എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ 25 10 കുറച്ചാൽ എത്ര വരും? 15 വരും. അപ്പം ഇവിടെ കുറയ്ക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇതില് രണ്ടിലും ഏതിനാണ് പരപ്പളവ് കൂടുതൽ? സമചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ.
കാരണം ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. പക്ഷെ ഇവിടെ വൈ സ്ക്വയർ കുറച്ചിരിക്കുന്നു. ഏതോ ഒരു ചെറിയ സംഖ്യ എക്സ് സ്ക്വയറിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പൊ ഇവിടെ ആയിരിക്കും കുറവ് അല്ലെ. അപ്പൊ നമുക്ക് എന്തിനാ പരപ്പളവ് കൂടുതൽ? സമചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ. അപ്പൊ എഴുതാം, സമചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ. സമചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ. മനസ്സിലായല്ലോ? ഇവിടെ നിന്ന് ഒരു സംഖ്യ കുറയ്ക്കുന്നതുകൊണ്ടാണ് അവിടെ കുറഞ്ഞു പോകുന്നത്. സമചതുരത്തിലാണെങ്കിൽ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിപ്പം 2 ചോദ്യം ചെയ്ത് 2 മനസ്സിലായെന്ന് വരുന്ന ഈ ലെസൺ തന്നെ തീർന്നിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ലെസണുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.